ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിബി. PSC മാസ്റ്റർ ഗേറ്റ്വേ ടു സക്സസിന്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും, അത് PSCയുടെ മാത്രമല്ല SSCയുടെ ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമുക്ക് എങ്ങനെയാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ പ്രോബ്ലംസ് എളുപ്പം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് അംശബന്ധം എന്നും എന്താണ് അനുപാതം എന്നും നമുക്ക് നോക്കാം. ഒരേ യൂണിറ്റിലുള്ള രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് അംശബന്ധം ഉപയോഗിക്കുന്നത്. ഒരേ യൂണിറ്റിലുള്ളത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരേ യൂണിറ്റിലുള്ള രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്. രണ്ടോ അതിലധികമോ നമ്പറുകളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അംശബന്ധം ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് അതിനർത്ഥം? നമ്മുടെ ദേശീയ പതാകയുടെ നീളം 3ഉം വീതി 2ഉം എന്ന അളവിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വസ്തുക്കളുടെ എന്താണ്, നമുക്ക് ഏജുകളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കും, ഹൈറ്റിനെ തമ്മിൽ കമ്പയർ ചെയ്യാം, അങ്ങനെ വയസ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്യാം, അങ്ങനെ വിവിധ തരം നമ്പേഴ്സുകളെ തമ്മിൽ, ഒരേ യൂണിറ്റിലുള്ള നമ്പേഴ്സുകളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, if we consider two numbers as a and b, then the ratio of a to b is written as a:b. അപ്പോൾ എയും ബിയും രണ്ട് നമ്പറുകളാണെങ്കിൽ റേഷ്യോ ഓഫ് എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള റേഷ്യോ എ ടു ബി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? a:b എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫോമിൽ നമുക്ക് a/b എന്ന് എഴുതാം. a:b എന്ന് പറഞ്ഞാൽ അതിന് ഫ്രാക്ഷണൽ ഫോമിൽ a/b എന്ന് എഴുതാം. ഇനി a:b എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആണോ? ഇത് ശരിക്കും ആക്ച്വൽ വാല്യൂ അല്ല, സിംപ്ലിഫൈഡ് ഫോം ഓഫ് ആക്ച്വൽ വാല്യൂസ് ആണ്. സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വെക്കാം. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ 200 രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 100 ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ 200 രൂപയുണ്ട്. അപ്പോൾ ഈ എമൗണ്ട്, എൻ്റെ കയ്യിലുള്ള എമൗണ്ടും നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 100:200 എന്നായിരിക്കും. 100:200. ഇനി അതിന് നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലിഫൈഡ് ഫോം ഓഫ് ആക്ച്വൽ. അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? 1:2 എന്ന് എഴുതാം. അപ്പൊ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് ടു നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:2 ആണ്. അപ്പൊ 1:2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എൻ്റെ കയ്യിൽ 1 രൂപയും നിങ്ങളുടെ കയ്യിൽ 2 രൂപയും എന്നല്ല അതിനർത്ഥം. എൻ്റെ കയ്യിൽ 100ഉം നിങ്ങളുടെ കയ്യിൽ 200ഉം. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എന്തെഴുതിയിരിക്കുന്നു? 1:2 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അത് മനസ്സിലായല്ലോ? അപ്പം ഇതെന്ന് റേഷ്യോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ആക്ച്വൽ വാല്യൂ ആവണം എന്നില്ല. ആക്ച്വൽ വാല്യൂവിനെ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുന്നതാണ്. ഇതൊരു യൂണിറ്റ് ആണ് ശരിക്കും. a:b എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂവിന്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എയും ബിയെയും നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എയും ബിയെയും നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും. സെയിം നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും. അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ അതുപോലെ നമുക്ക് ഒരു അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പറേഷൻ ഇവിടെ കറക്റ്റ് അല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണ്. ഇവ തമ്മിലുള്ള റേഷ്യോ a:b ആണെന്ന് വെക്കാം. ഞാനിവിടെ എയോടൊപ്പം ഒരു നമ്പർ ആഡ് ചെയ്യുന്നു. a+c എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ ആഡ് ചെയ്തു. a+c:b+c എന്ന് പറഞ്ഞാൽ a:b തുല്യമല്ല. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിലും a-c:b-c എന്ന് പറയുന്നത് a:b തുല്യമല്ല. അതേസമയം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. a:b എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു b:a. a:b എന്ന് പറയുന്നത് b:a തുല്യമല്ല. അതിന്റെ ഓർഡർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ ദേശീയ പതാകയുടെ കാര്യം.
ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് ഞാൻ 3:2 എന്ന് പറഞ്ഞത്. ഇനി ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിക്കുന്നതെങ്കിൽ നേരെ റിവേഴ്സ് ആണ്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധമാണെങ്കിൽ 2:3 ആണ്. അപ്പോൾ വീതി 2ഉം നീളം 3ഉമാണ് അവിടെ. ഇനി ഞാൻ പറയട്ടെ, ഇനി ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്ന 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അതില് 30 പെൺകുട്ടികളും 20 ആൺകുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 50 പേരിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം എത്ര? ഞാൻ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം എന്നാണ് ചോദിച്ചത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം എത്രയായിരിക്കും? 20:30 ആണ്. ഇനി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധമാണെങ്കിൽ എത്രയാണ്? 30:20. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് 3:2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായി. അതിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് വാല്യൂ അല്ല നമ്മൾ അംശബന്ധത്തിൽ എഴുതുന്നത്. അപ്പൊ അത് മനസ്സിലായി. ഈ ഓർഡർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ സാധാരണയായി എഴുതുന്നത്. ആക്ച്വൽ വാല്യൂസിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതുന്നത്. അപ്പൊ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പേരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോ 1:2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എയും ബിയും, എയുടെ ഏജ് 75, ബിയുടെ ഏജ് 50 ആണ്. നമുക്കതിനെ എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കി 3:2 എന്ന് എഴുതാം. അപ്പം രണ്ടുപേരുടെ അംശബന്ധം, വയസ്സുകളുടെ അംശബന്ധം 3:2 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ വയസ്സ് 3ഉം മറ്റേയാളുടെ വയസ്സ് 2ഉം ആവണമെന്ന് നിർബന്ധം ഇല്ല. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അംശബന്ധത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സിംപ്ലസ്റ്റ് ഫോം രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതുന്നു. കറക്റ്റ് വാല്യൂ അല്ല, അതിന്റെ ഒരു യൂണിറ്റ് ആണ്. A:B എന്ന് പറയുമ്പോൾ അതിന് ഒരു കറക്റ്റ് വാല്യൂവിന്റെ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് അംശബന്ധം. ഇനി രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ അവ അനുപാതത്തിലായിരിക്കും. രണ്ട് റേഷ്യോസ് തുല്യമായാൽ അവ അനുപാതത്തിലായിരിക്കും എന്ന് പറയും. പ്രപ്പോർഷൻസ് ക്യാൻ സിംപ്ലി ബി ഡിഫൈൻഡ് when two ratios are equal to each other. ഞാൻ ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. 4:6 എന്ന് പറയുന്നത് 16:24 തുല്യമാണെന്ന് ഞാൻ പറയും. ഇത് ഒരു അംശബന്ധം 4:6, 16:24 എന്ന് പറയുന്ന മറ്റൊരു അംശബന്ധം. ഈ രണ്ട് അംശബന്ധങ്ങളും തുല്യമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇവര് പ്രപ്പോർഷനിലുമാണ്. they are in proportion. അപ്പോൾ എങ്ങനെയാണ്? ഇതിനെ 4ഉം 6ഉം നമ്മൾ കട്ട് ചെയ്ത് 2:3 എന്ന് എഴുതാം. നമുക്ക് 2/3 അല്ലെങ്കിൽ 2:3. ഫ്രാക്ഷണൽ ഫോമിൽ A:B A/B എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അതുപോലെയാണ് 4:6 എന്ന് പറയുന്നത് 2/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2:3 എന്ന് എഴുതാം. 16:24 എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 2:3 ആവും. അപ്പൊ രണ്ടും തുല്യമല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇവ പ്രപ്പോർഷനിലായിരിക്കും. ഞാൻ ഇനി റിയൽ ലൈഫിലുള്ള മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇന്ന് ഇഡലി ഉണ്ടാക്കുന്നു. ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു ഗ്ലാസ് അരി, 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് അരിയും എടുത്തു. എത്രയാണ്? 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് അരിയും. അപ്പോൾ നമുക്ക് എത്രയാണ്? ഉഴുന്നും അരിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ അടുത്ത ദിവസം എനിക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അരി വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവിടെ ഞാൻ 4 ഗ്ലാസ് അരി എടുത്തു. 4 ഗ്ലാസ് അരി എടുത്തെങ്കിൽ ഉഴുന്ന് എത്ര എടുക്കണം? ഞാൻ 1:2 ആണ് റേഷ്യോ. സോ ഞാൻ 2 ഗ്ലാസ് ഉഴുന്നെടുക്കണം. അപ്പം 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോ, 2:4 എന്ന് പറയുന്നത് മറ്റൊരു റേഷ്യോ. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്. 2:4നെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ 1:2 2:4 തുല്യമാണ്. അപ്പൊ അവ തമ്മിൽ പ്രപ്പോർഷനിലാണെന്ന് ഞാൻ പറയും. ഇനി മറ്റൊരു നിയമമുണ്ട്. ഇഫ് A:B = C:D, A:B യും C:D യും തുല്യമായാൽ AD = BC, AD = BC ആയിരിക്കും. അതായത് പ്രോഡക്റ്റ് ഓഫ് മീൻസ് = പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ബേസ് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. ഒരു റേഷ്യോയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ A² = B². മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2:4ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് വിചാരിക്കും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 2:4ന്റെ ആണെങ്കിൽ 2² + 4². അപ്പൊ 2ന്റെ സ്ക്വയർ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ നമുക്ക് 4:16 ആയിരിക്കും ഇവിടെ ആൻസർ. അടുത്തത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ √A:√B ആണ്. √A:√B. അപ്പൊ നമുക്ക് ഇവിടെ 16:16
25ന്റെ ആണെന്ന് വിചാരിക്കുക. 16:A എന്ന് പറയുമ്പോൾ 16, B 25 ആണെങ്കിൽ നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെ കിട്ടും? √16:√25. അപ്പം 4:5 എന്ന് കിട്ടും. അതുപോലെ തന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് A:B ആണെങ്കിൽ A⁵B⁵. എയുടെയും ബിയുടെയും ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് 1:3 ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന 1ഉം ബി എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ 3ഉം ആണെന്ന് വിചാരിക്കാം. അപ്പം 1ന്റെ ക്യൂബ് 1 തന്നെയാണ്, 3യുടെ ക്യൂബ് എത്രയാണ്? 27. അപ്പം 1:27 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഇനി സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 1:27 ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 1:3 ആയിരിക്കും അവിടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 7x:8y ആയാൽ x:y എത്ര? ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരള PSCയുടെ. അപ്പൊ നമ്മള് x:y എന്ന് പറയുന്നത് x/y ആണ് എന്ന് നമ്മൾ പഠിച്ചു. x:y എന്ന് പറയുന്നത് x/y ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 7x = 8y എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ x/y ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം x/y ഫോമിൽ എഴുതുന്നു. ഓക്കെ, ഈ y എന്ന് പറയുന്നത് സമത്തിന് ഇപ്പുറം പോകുമ്പോൾ അത് ഡിവിഷൻ ആകുന്നു. അതുപോലെ തന്നെയാണ് ഈ 7ഉം ഇപ്പുറം വരുമ്പോൾ അത് ഡിവിഷൻ ആകുന്നു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? x/y എന്ന് പറയുന്നത് എന്താണ്? x/y എന്ന് പറയുന്നത് x:y ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? x:y ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ x:y എന്ന് പറയുമ്പോൾ എന്താണ്? 8:7 ആണ്. x/y എന്ന് പറഞ്ഞാൽ എന്താണ്? x:y. അപ്പോൾ x/y എന്ന് പറയുന്നത് 8/7 ആണ്. സോ x:y = 8:7 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A:B = 5:6, B:C = 3:4 ആയാൽ A:B:C എത്രയാണ്? A:B 5:6, B:C 3:4 ആയാൽ A:B:C എങ്ങനെയാണ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം എയും ബിയും സിയും എടുത്തെഴുതുക. നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. എ എഴുതുക, ബി എഴുതുക, സി എഴുതുക. ഇനി A:B, ഇതിന് എയുടെ തൊട്ട് താഴെയായിട്ട് എ എഴുതുക. എയുടെ വാല്യൂ തൊട്ട് താഴെയായിട്ട് എഴുതുക. ബിയുടെ വാല്യൂ തൊട്ട് താഴെ എഴുതുക. 5:6. ഇനി B:C. B:C എന്ന് പറയുമ്പോൾ 3:4 ആണ്. അത് ഇങ്ങനെ എഴുതുക. B:C എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക. ഇനി നമുക്കൊരു പ്രത്യേക രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ആൻസർ കിട്ടും. ആദ്യം A 5 × 3 മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വര ഇടുക. 3ൽ നിന്ന് 6ലേക്ക്, അവിടെ നിന്ന് എന്ത് ചെയ്യുക? 6ൽ നിന്ന് 4ലേക്ക്. ഇതിങ്ങനെ ഒരു സിക്സാഗ് ഫാഷനിൽ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ നമ്മൾ ഗ എന്ന് എഴുതും. ഗണപതിയുടെ ഗ ഇല്ലേ? ഇങ്ങനെ ആദ്യം നമ്പറിനെ എഴുതി വെക്കുക. A:B, A, B, C എന്ന് എഴുതുക. ഓരോ നമ്പറിന്റെയും അണ്ടറിൽ അത് എഴുതുക. എയുടെയും ബിയുടെയും അണ്ടറിൽ അതിന്റെ വാല്യൂ എഴുതുക. ബിയും സിയും ആണെങ്കിൽ അതിന്റെ താഴെ എഴുതുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു മലയാളത്തിൽ ഗ എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിക്സാഗ് രീതിയിൽ നമ്മൾ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? നേരെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത് ആ രീതിയിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. A:B, C എന്ന് പറയുന്നത് 5 × 3, 6 × 3, 6 × 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5 × 3 15, 6 × 3 18, 6 × 4 24. നമുക്ക് 15:18:24 എന്ന് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്ന് ഷോർട്ട് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പഠിച്ചു സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ സിംപ്ലസ്റ്റ് ഫോം തന്നിട്ടില്ല എങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 കൊണ്ട് 3 നമ്പറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5:6:8 കിട്ടി. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. A:B:C എന്ന് പറയുമ്പോൾ 5:6:8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A:B = 5:6, B:C = 12:7, C:D = 14:3 ആയാൽ A:D എത്ര? A:D ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. A:D എന്ന് പറയുമ്പോൾ A/D. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A/D എന്ന് പറയുന്നത് നമുക്ക് ആദ്യം A/B, ഈ A:B എന്ന് പറഞ്ഞാൽ നമുക്ക് A/B ഫോമിൽ എഴുതാം. B:C എന്ന് പറഞ്ഞാൽ B/C ഫോമിൽ എഴുതാം. C:D എന്ന് പറഞ്ഞാൽ C/D ഫോമിൽ നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്ത് ബിയും ബിയും കൂടി ഇവിടെ കട്ട് ചെയ്ത് പോകും. സിയും സിയും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്താണ്? A/D എന്നായില്ലേ? A/D ഇത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്?
അപ്പോൾ നമ്മൾ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. a by b എന്ന് പറയുമ്പോൾ 5/6, b by c 12/7, c by d 14/3. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ 7, 2 ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 3, ഇവിടെ 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5 × 4 20, 20 ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം 3. അപ്പൊ നമുക്ക് 5 × 4 20, 20/3 എന്ന് കിട്ടി. 20/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 20:3, 20:3 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, a/b = 3:2, b/c = 1:4, c/d = 2:4 ആയാൽ a/b/c/d എത്രയാണ്? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾ ഓരോ നമ്പേഴ്സ് എഴുതുക. a/b ഇങ്ങനെ 3:2 എന്ന് എഴുതി, b/c യുടെ വാല്യൂ 1:4 ഇവിടെ എഴുതി, c/d എന്ന് പറയുന്നത് 2:4 എഴുതി. ഇനി നമ്മൾ ആദ്യത്തെ കണക്കിൽ വരച്ചതുപോലെ ഒരു പെട്ടി പോലെ നമുക്ക് വരയ്ക്കണം. നമുക്കിനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 × 1 × 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എയും ഡിയുടെയും വാല്യൂ ഇവിടെ കിട്ടും. ഇനി ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്കൊരു പെട്ടി പോലെ നമ്മൾ വരയ്ക്കണം. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കുക. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. നമുക്കിങ്ങനെ എല്ല് ഇങ്ങനെ ചരിച്ച് എഴുതുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുക. കാരണം ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരയ്ക്കുക. അടുത്തത് ഇങ്ങനെ 2 × 4 ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൂട്ടി വെക്കുക. അപ്പൊ ഇത് കൂടി വരുമ്പോൾ ഇതൊരു പെട്ടിയുടെ ഷേപ്പിനാവും. ഒരിങ്ങനെ പെട്ടി പോലെ ഇങ്ങനെ സാമാന്തരികം ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, അതിനെ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വരും. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ എൽ ചരിച്ചിടുന്ന പോലെ വരച്ചാലും മതി. വരച്ചിട്ട് കൂടി വരുമ്പോൾ ഇതിങ്ങനെ ഒരു പെട്ടി ഷേപ്പിനാകണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇതിനെ 3 × 1 × 2 ഇവിടെ നമ്മൾ ഈ വരച്ചു, അത് നമ്മൾ ഇവിടെ എഴുതി. അടുത്ത നമ്മൾ ഇത് വരച്ചു, ഇവിടെ എഴുതി. അതിനുശേഷം നമ്മൾ ഇവിടെ പെട്ടി വരയ്ക്കുന്നു. 2 × 1 × 2 ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അപ്പം 2 × 1 × 2. അടുത്തത് 2 × 4 ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ തിരിച്ചും വരയ്ക്കാം. എങ്ങനെ വരച്ചാലും ഈ ബോക്സിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ആദ്യം എയും ഡിയും കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഈ സെൻറ്ററിലുള്ള ബിയും സിയും കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് പെട്ടി വരി. ഇതൊന്നും തിരിഞ്ഞു പോകരുത്, ഇങ്ങനെ തന്നെ വരയ്ക്കണം. എങ്കിലേ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം 2 × 4 × 2 ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെയാണെങ്കിലും ഇത് ചേർന്ന് വരുമ്പോൾ ഒരു പെട്ടി പോലെ വരണം. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 6, 2 × 2 4, 2 × 4 × 2 16. ഇത് നമുക്ക് 32 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോൾ 3:2:8:16 ആണ് ആൻസർ. നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ 2 പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആണെന്ന് തോന്നും. 639 രൂപ എ, ബി, സി എന്നിവർ 2:3:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്താൽ ബിക്ക് എത്ര രൂപ കിട്ടും? അപ്പോൾ 639 രൂപയാണ് എക്കും ബിക്കും സിക്കും കൂടി 2:3:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. എങ്കിൽ ബിക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബിക്ക് കിട്ടുന്ന എമൗണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എമൗണ്ട് എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിക്ക് കിട്ടുന്നതാണ്. ബിക്ക് തുല്യമായ അംശബന്ധം എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. അപ്പം ബിക്ക് എഴുതുക 3 ഇത് 3 കൂടി ആഡ് ചെയ്യുക 2:3:4. അപ്പം 3/9. അപ്പൊ 3/9 3ഉം 9ഉം കൂടി കട്ട് ചെയ്ത് പോയി 1/3 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ കൂടി മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 213 രൂപയെന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് എളുപ്പ വഴിയിലൂടെ വേറൊരു മെത്തേഡിലും ചെയ്യാം. 9x എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് റേഷ്യോ, ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 4:3:2 എന്ന് പറഞ്ഞ നമ്പറിനെ ഇത് 3 നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 4 യൂണിറ്റ്, 3 യൂണിറ്റ്, 2 യൂണിറ്റ്. അപ്പോൾ 4x, 3x, 2x ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9x എന്ന് കിട്ടും. അപ്പം ഈ 9x ആണല്ലോ ടോട്ടൽ റേഷ്യോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 639 എന്ന് എഴുതിക്കൂടെ? ടോട്ടൽ 9x എന്ന് പറയുന്ന 639 ആണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണ്? 639/9 71 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന എക്സ് നമുക്ക് 71 കിട്ടിയാൽ 3x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3xന് പകരം 71 ഇൻറ്റു 3, അപ്പോൾ 213 നമുക്ക് എളുപ്പത്തിന് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ മെത്തേഡിൽ ചെയ്യാം.